ഗുഡ് മോർണിംഗ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഡൗ ജോൺസിന്റെ ഫ്യൂച്ചർ 93 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. S&Pയും നസ്ഡാക്കും ഒക്കെ ഇന്നലെയും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നസ്ഡാക്ക് ഏകദേശം 320 പോയിന്റ് അടുപ്പിച്ച് പോസിറ്റീവായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയും 120 പോയിന്റ് അടുപ്പിച്ച് പോസിറ്റീവായിട്ടാണ്, ഗ്യാപ്പ് അപ്പിലാണ്. ഇന്നലെ എനിക്ക് തോന്നുന്നു 120-130 പോയിന്റ് അടുപ്പിച്ച് പോസിറ്റീവായിട്ടായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. ഇന്നും സെയിം ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നസ്ഡാക്ക് പോസിറ്റീവായിട്ട് ഏകദേശം 300 പോയിന്റിന് മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ IT സെക്ടർ ചിലപ്പം ഇന്ന് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ക്രൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ $101 ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത്. ബ്രെൻഡ് ക്രൂഡും $106 ബ്രെൻഡ് ക്രൂഡ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഗോൾഡും പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ ഇന്ന് മിക്കവാറും ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് നിലനിൽക്കാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡിൽ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫിബിൽ എത്തി സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. 23,107, 23,394 ഉള്ളിലാണ് ഫിബ് 50% റീട്രേസ്മെന്റ് ഏരിയ ഉള്ളത്. അതിനുള്ളിലാണ് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോഴും ഗ്യാപ്പ് താഴെ ബാക്കി നിൽക്കുകയാണ്. ഗ്യാപ്പ് വരുന്നത് 23,152-55 ലെവലിലാണ് ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ മാർക്കറ്റ് വീണ്ടും ഒരു 200 പോയിന്റെങ്കിലും താഴോട്ട് വന്നാലേ ആ ഗ്യാപ്പ് ഫില്ലാവത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോജി ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. മാർക്കറ്റ് ഇന്ന് ഒരു ശക്തമായിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അതൊരു റിവേഴ്സ് പാറ്റേൺ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ താഴെ പോയി ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടേ വരത്തുള്ളൂ. 15 മിനിറ്റിൽ മുകളിലോട്ട് 23,560, താഴോട്ട് 23,346, ഈ 2 ലെവലാണ് നോക്കേണ്ടത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,428 മുകളിലോട്ട് 560 ബ്രേക്ക് ചെയ്താൽ മാത്രമേ 15 മിനിറ്റിൽ 23,560 ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. മുകളിലോട്ട് പോയാൽ 23,752 വരേക്ക് പോകാം. ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി ആണ്. നാരോ CPR ആണ്. സെൻസെക്സിലും നിഫ്റ്റിയിലും ഒക്കെ നാരോ CPR ആണ്. മാർക്കറ്റ് ട്രെൻഡിങ് ആവാൻ സാധ്യതയുണ്ട്. താഴോട്ട് 23,346, താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,150, അതായത് ഡേ ക്യാൻഡിലുള്ള ഗ്യാപ്പ് വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ഏരിയ ഈ 2 ഏരിയ നോക്കുക. മുകളിലോട്ട് 23,560, താഴോട്ട് 23,346. ഇന്നത്തെ ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ CPR വരുന്നത് നാരോ CPR ആണ്.